നമസ്കാരം. ആത്മീയ ചിന്തകനും പണ്ഡിതനുമൊക്കെയായ ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ചോദിച്ചു, അങ്ങയോടൊപ്പം അങ്ങയുടെ ഉള്ളിൽ ഒരു ആത്മീയ രഹസ്യമുണ്ടെന്ന് എല്ലാവരും പറയുന്നു, അതെനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ ഗുരു ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, ആ രഹസ്യം എൻ്റെ ഉള്ളിലായിട്ട് ഏതാണ്ട് 25 വർഷമായി. ഇനിയും അത് വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ല. അടുത്ത ഒരു 25 വർഷം കൂടി നിനക്ക് കാത്തിരിക്കാമെങ്കിൽ ഞാൻ നിനക്കത് പറഞ്ഞു തരാം. ശിഷ്യന് അത് കേട്ടപ്പോൾ അമ്പരപ്പ് തോന്നി. ഇനിയും ഒരു 25 വർഷമോ? എന്തായാലും കാത്തിരിക്കുക തന്നെ. പാതി മനസ്സോടെയാണെങ്കിലും ശിഷ്യൻ ഇക്കാലം അത്രയും വീണ്ടും ഗുരുവിനോടൊപ്പം താമസിച്ചു, ശുശ്രൂഷിച്ചു, അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു. 25 വർഷം പൂർത്തിയാകുന്ന ദിവസം ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും എത്തി. അങ്ങ് എന്നോട് രഹസ്യം പറയാമെന്ന് പറഞ്ഞ ദിവസം ഇന്ന് ആയിരിക്കുകയാണ്. അപ്പോൾ ഗുരു വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നോട് ആ രഹസ്യം പങ്കുവയ്ക്കാം, പക്ഷേ ആ രഹസ്യം നീ മറ്റാരോടും വെളിപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നിരാശയോടെ ശിഷ്യൻ പറഞ്ഞു, മറ്റാരോടും വെളിപ്പെടുത്താൻ പാടില്ലെങ്കിൽ പിന്നെ ആ രഹസ്യം എന്തിനാണ് എന്നോട് പറയുന്നത്? രഹസ്യം അറിയുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് മറ്റാരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയല്ലേ? പ്രിയമുള്ളവരെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് രഹസ്യ സ്വഭാവമുള്ളവ അറിയാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം കുറേ കൂടെ ശ്രേഷ്ഠമായേനെ. മറ്റുള്ളവരുടെ സ്വകാര്യതയും ഏകാന്തതയും ഒക്കെ അവരുടെ സ്വന്തമല്ലേ? എന്തിനാണ് അതിലേക്ക് കടന്നു കയറി നാം അവിടെ ഒരു അഭംഗി ഉണ്ടാക്കുന്നത്? മറ്റുള്ളവരെക്കുറിച്ച് നാം അറിയുന്ന ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അറിയുന്നതെല്ലാം പരസ്യ വിൽപ്പനയുടെ ഭാഗമാക്കാതെ ഇരിക്കുമ്പോൾ അവ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിശുദ്ധിയുടെ ഇളം നീരുറവകൾ തന്നെ ഒഴുക്കും. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ അവ ഒളിച്ചുവയ്ക്കലല്ല, അത് വിശുദ്ധമായ സൂക്ഷിച്ചുവയ്ക്കൽ തന്നെയാണ്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.